ഹേ ഗൈസ്, ഇന്ന് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഷന്നിക്കാക്ക് ഇവിടെ വെള്ളിമാടുകുന്ന് തന്നെയാണ് വോട്ട് ചെയ്തിട്ടില്. പക്ഷെ എനിക്ക് എൻ്റെ നാട്ടിലാട്ടോ വോട്ട്, വയനാട്. അവിടെ ഞാൻ പഠിച്ച സ്കൂളിലാണ് എൻ്റെ ബൂത്ത് വരുന്നത്. അങ്ങനെ ഷന്നിക്ക എന്നെ ഫസ്റ്റ് ഇവിടെ ഇറക്കി തന്നു പോയി. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കും വരുന്ന ഒരേ സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ നേരെ ആ സ്കൂളിന്റെ അവിടെ എത്തി. ഞാൻ പോയപ്പോൾ തീരെ തിരക്കില്ലേനും. അങ്ങനെ നേരെ എൻ്റെ ബൂത്തിലേക്ക് പോയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. അങ്ങനെ എനിക്ക് നല്ല സുഖം കേട്ടോ. ഞാൻ നേരെ വേഗം പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഷന്നിക്ക അല്ലേനു. അപ്പൊ ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. അവിടെ പോയിട്ട് എൻ്റെ അനിയത്തിനെ കാണിച്ചിട്ട് കുറച്ച് ഷോ ഒക്കെ ഇടാ വിചാരിച്ച് പോയതാണ്. അപ്പൊ അവിടെ പോയപ്പോൾ അവിടെ ഉമ്മയും ഇപ്പയും മാത്രമേ ഉള്ളൂ കേട്ടോ, അനിയത്തിമാരൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ആ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഉമ്മക്ക് നല്ല ജ്യൂസൊക്കെ അടിച്ചു തന്നെ, പിന്നെ ഐസ്ക്രീം ഒക്കെ എടുത്ത് തന്നിട്ടോ. അപ്പൊ ചോക്ലേറ്റിന്റെ ഐസ്ക്രീം ഇഷ്ടമല്ല പറഞ്ഞപ്പോൾ വാനിലേന്റെ ചെറിയ ഐസ്ക്രീം ഒക്കെ എടുത്ത് തന്നെ. അങ്ങനെ അത് കഴിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഷന്നിക എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ മൂപ്പര് വന്നപ്പോൾ നമ്മൾ നല്ല ചായയും കടിയൊക്കെ കഴിച്ച് അവിടെ ഇരിക്കാനും. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുമ്പോൾ ഉമ്മ പറഞ്ഞു, ഇവിടെ വാഴക്കോലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി പറഞ്ഞിട്ടോ. അങ്ങനെ നേരെ അവിടെ പോയിട്ട് വാഴക്കോലൊക്കെ വെട്ടി. പിന്നെ ഇവിടെ എല്ലാവർക്കും ചക്ക ഇഷ്ടാട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിന് കുറെ ചക്ക ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ചക്ക പറിക്കാൻ വേണ്ടിയിട്ടും പോയിട്ടോ. അങ്ങനെ അതിന്റെ മുകളിലും കയറി ഒരു ചക്കയൊക്കെ തള്ളിയിട്ട് അതും എടുത്ത്. ഇത് പഴുപ്പിക്കാൻ പറ്റിയ ചക്ക ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉപ്പേരി വെക്കാൻ വേണ്ടി വേറെ ചക്ക വേണമെന്ന് വിചാരിച്ച് ഫ്രണ്ടിൽ പോയിട്ട് വേറൊരു പ്ലാവിന്റെ മുകളിൽ ചെറിയൊരു ചക്കയും തള്ളിയിട്ടോ. അത് ഞാനതിനും തള്ളിയിട്ടീനെ വീണപ്പം കുറച്ച് പേടിച്ച്, എന്നാലും സാരല്ല, എൻ്റെ ഒരു പൂതിയല്ല വിചാരിച്ച് ഞാൻ അങ്ങോട്ട് തള്ളിയിട്ടതാണ്. അങ്ങനെ ചക്കയൊക്കെ തള്ളിയിട്ടത് അതൊക്കെ പാക്കാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റാക്കാണ്. ഈ വണ്ടിമേൽ ഇതൊക്കെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ഫ്രണ്ടിൽ വാഴക്കൊല വെച്ച് പിന്നെ ഞാൻ കയറിയിട്ട് എൻ്റെ മടിയിലാട്ടോ ചക്ക വെച്ച്. ഭയങ്കര റിസ്ക് ആയിരുന്നു ഗൈസ്. അപ്പൊ എന്താ എൻ്റെ അനിയത്തി ഫാത്തിമൊക്കെ വന്നിന്. അപ്പൊ ഇത്രയുള്ള